കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല അൾട്ടിമേറ്റ് ചോദ്യപേപ്പർ അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BSOC 108 ആയിട്ട് പേപ്പർ BA എക്കണോമിക്സിന്റെ പേപ്പറാണ്. സോ BSOC 108 എന്ന് പറയുന്ന പേപ്പർ എക്കണോമിക് സോഷ്യോളജിയുടെ പേപ്പറാണ്. സോ ഈ ഒരു പേപ്പറിനകത്ത് വരുന്ന സമയത്ത് ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാനും നല്ല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ലേണേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഇഗ്നോസ് ഈ പേപ്പർ ആയിട്ടുള്ള എക്കണോമിക് സോഷ്യോളജിക്കകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ക്ലാസിക്കൽ തിങ്കേഴ്സ്, ഫോംസ് ഓഫ് എക്സ്ചേഞ്ച്, സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ, കണ്ടംപററി പ്രോസസ് ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇതുപോലുള്ള ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേണേഴ്സിന് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സെക്ഷൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ സിലബസ് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലോക്കുകളിലൂടെയാണ് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗിലൂടെ ബ്ലോക്ക് വൈസും ടോപ്പിക് വൈസും ഹിസ്റ്റോറിക്കൽ റെലവൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ്, സബ് ടോപ്പിക്സ്, ബ്ലോക്ക് 1 മുതൽ 4 വരെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈൽസ്, വെയിറ്റേജ്, സ്റ്റേബിൾ ആയിട്ടുള്ള ആൻസർ പ്രൊവൈഡിങ്, അതായത് ഈ പറയുന്ന പോലെ ഒരു 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അതിന്റെ പാറ്റേൺസും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസുകളും എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് റിവ്യൂസ്, അതായത് ഈ പറയുന്ന പോലെ റെസ്പ്രോസിറ്റി, ഗിഫ്റ്റ്, ഫോർമലിസം, സബ്സ്റ്റാൻറ്റീവിസം, മണി, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രഡിക്റ്റബിലിറ്റി ആൻഡ് ടോപ്പിക് പ്രഡിക്ഷൻ അനാലിസിസിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അതായത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ തരുന്നുണ്ട്. ആ മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പറിലൂടെ നിങ്ങൾക്ക് കണ്ടന്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനും അതിന്റെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന കണ്ടന്റ് ഇന്റഗ്രേഷൻസ് മനസ്സിലാക്കാനും ടൈമിങ്ങിലൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടും പറ്റും. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമുകളും നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മെത്തഡോളജിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ മെത്തഡോളജി ഡിസ്കസ് ചെയ്യുമ്പോൾ ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സിലബസ് മാപ്പിംഗിൽ നമ്മൾ നോക്കുമ്പോൾ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ് നോക്കുന്ന സമയത്ത് ഹൈ റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ 10 കൂടുതൽ തവണ വന്നിട്ടുള്ള ടോപ്പിക്കാണ്. മീഡിയം റെലവന്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ 5 to 9 തവണ വന്നിട്ടുള്ളതാണ്. ലോ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ 5-ന് താഴെ വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ഇതിന്റെ ബാർ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 3 നിന്നുമാണ്. അത് കഴിഞ്ഞ് ബ്ലോക്ക് 2 വേണം പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 4 ആണ് വരുന്നത്. സോ ഇതിന്റെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസോളം ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുണ്ട്. ഒരു ബ്ലോക്ക് 3 നിന്ന് ഒരു 19 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 നിന്ന് 13 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 നിന്ന് 4 ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ അതിന്റെ ഹീറ്റ് മാപ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഡാർക്കർ ആയിട്ടുള്ള കളറുകൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ബ്ലോക്ക് 1-നകത്തുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്ലോക്ക് 1-നകത്ത് വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1, എക്കണോമി, സൊസൈറ്റി, റിലേഷൻഷിപ്പ് ആൻഡ് വാട്ട് ഈസ് എക്കണോമിക് സോഷ്യോളജി. 5 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 1-നകത്ത് വന്നിട്ടുള്ളതാണ് ക്ലാസിക്കൽ തിയറിസ്റ്റ്, എക്കണോമി, വെബർ, ബർക്കേമർ, പാഴ്സൺ, സ്മെൽസർ. 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കിനകത്ത് വരുന്നതാണ് വാഷിംഗ്ടൺ കൺസെൻസിന്റെ ടോപ്പിക്. അതേപോലെ തന്നെ ബ്ലോക്ക് 1-നകത്ത് വരുന്ന യൂണിറ്റ് 2 ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻഷ്യലിസം, സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ്, കാർൽ പോളിയാനിയുടെ കോൺസെപ്റ്റ് ആണ്. 5 തവണ വന്നിട്ടുണ്ട് മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3-നകത്ത് വന്നിട്ടുള്ളതാണ് ന്യൂ എക്കണോമിക് സോഷ്യോളജിയുടെ ഡെഫിനിഷൻ, സ്കോപ്പ്. 2 തവണ വന്നിട്ടുണ്ട് ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3-നകത്ത് വന്നിട്ടുള്ളതാണ് എംബഡിനെസ് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്, ഗ്രനോവെറ്ററുടെ കോൺസെപ്റ്റ് ആണ്. 2 തവണ വന്നിട്ടുണ്ട് ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 4-നകത്ത് വന്നിട്ടുള്ളതാണ് റെസ്പ്രോസിറ്റി, നേച്ചർ ആൻഡ് ഫോംസ്. 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 2-നകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് 4-ലെ ടോപ്പിക് ഗിഫ്റ്റ്, കോൺസെപ്റ്റ്, ഡയമെൻഷൻസ്, മൗസസിന്റെ ടോപ്പിക്കാണ്. 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 5 എവല്യൂഷൻ, മണി, സിമ്മൽ ഓൺ മണി. 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 എക്സ്ചേഞ്ച്, കണ്ടംപററി ഫോംസ്. 1 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3-നകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് 6 ഹണ്ടേഴ്സ്, ഗ്യാദറേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പൊളിറ്റിക്സ് ആൻഡ് എക്കോണമി. 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 പാസ്റ്ററലിസം, ഫോംസ് ആൻഡ് പ്രോബ്ലംസ് ഇന്ത്യ. 2 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്.
ടോപ്പിക്കാണ്. ബ്ലോക്ക് 7 ഹോർട്ടിക്കൾച്ചർ ടൈപ്സ് ആൻഡ് ഡിവിഷൻസ് 2 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിലേഷൻഷിപ്സ് ഓഫ് പ്രൊഡക്ഷൻ 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 പെസന്റ് എക്കോണമി ആൻഡ് ഫ്യൂച്ചേഴ്സ് 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്യാപിറ്റലിസം നോഷൻ കോമ്പറ്റീഷൻ ആൻഡ് ഫോംസ് 2 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 സോഷ്യലിസം മോഡൽ ആൻഡ് ഫീച്ചേഴ്സ് 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 സോഷ്യൽ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് കോൺസിക്വൻസ് ഇന്ത്യൻ കോൺസിക്വൻസസ് വരുന്ന 1 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഗ്ലോബലൈസേഷൻ മീനിങ് ഇമ്പാക്ട് മെറിറ്റ്സ് ഡിമെറിറ്റ്സ് 3 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ഇതിനകത്ത് ഇപ്പോൾ സബ്സ്റ്റാൻഷ്യലിസം വ്യൂയിങ് എക്കണോമി ഇൻ ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻസ് എംബഡിനെസ് ഇൻ ദ സോഷ്യൽ ആക്ഷൻ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല. കാരണം അത് എങ്ങനെ വേണോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനായിട്ട് വരാവുന്നതാണ്. ഇനി കീ ഇൻസൈറ്റ്സ് ബോക്സ് നോക്കുന്ന സമയത്ത് ഓവറോൾ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എക്കണോമിക് സോഷ്യോളജിയുടെ വരുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമി സൊസൈറ്റി റിലേഷൻഷിപ്പ് വാട്ട് ഈസ് എക്കണോമിക് സോഷ്യോളജി 5 തവണ വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ്. അതേപോലെ തന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഫോർമലിസം വെർസസ് സബ്സ്റ്റാൻഷ്യലിസം സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് കാർൽ പോണിയാനിയുടെ കോൺസെപ്റ്റ് ക്ലസ്റ്റർ അതായത് ഗിഫ്റ്റ് റെസ്പ്രോസിറ്റി ഇതുപോലുള്ള ഡയമെൻഷൻസ് ചോദിച്ചിട്ടുള്ള മൗസസിന്റെ കോൺസെപ്റ്റ് ചോദിക്കുന്നുണ്ട്. അതിൽ 8 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോ 2004 മുതൽ 2005 വരെയുള്ള ടോപ്പിക്കുകൾ 2024 മുതൽ 2025 വരെയുള്ള ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ ഇപ്പൊ സോഷ്യലിസം ജൂണിൽ 2 വർഷം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഗ്ലോബലൈസേഷന്റെ കോൺസെപ്റ്റ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എടുക്കുമ്പോൾ എക്സാമിന് വരുന്ന എക്സാം പാറ്റേൺസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. 400 വേർഡ്സിനുള്ളിലാണ് വരുന്നത്. 20 മാർക്കിന് വേണം അത് എഴുതാനായിട്ടുള്ളത്. MCQs കേസ് സ്റ്റഡി ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും പൊതുവെ ചോദിക്കാറില്ല. അതേപോലെ തന്നെ ഇപ്പൊ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് എസ്സേ ക്വസ്റ്റൻസ് വരുന്നുണ്ട്. 20 മാർക്കിന് 350 മുതൽ 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അതിന് മെയിനായിട്ടുള്ള എക്സാം ഫോർമാറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. അതേപോലെ തന്നെ കോൺസെപ്റ്റുവൽ ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. സബ് ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഇതും 20 മാർക്കിന് 25% ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട്. 300 മുതൽ 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനുള്ളത്. കമ്പാരിറ്റീവ് ആൻഡ് കോൺട്രാസ്റ്റീവ് എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അത് 20 മാർക്കിനാണ്. 400 മുതൽ 450 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനുള്ളത്. 20% അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ കണ്ടംപററി ലിങ്കേജ് എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. 20 മാർക്കിനാണ് അതും വരുന്നത്. 400 വേർഡ്സിനുള്ളിൽ 15% സബ്സെറ്റ് ഓളം ക്വസ്റ്റൻസ് അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻസുകൾ ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഫോർമലിസം സബ്സ്റ്റാൻഷ്യലിസം ക്യാപിറ്റലിസം സോഷ്യൽ മോഡൽ ഇതൊക്കെ കമ്പാരിറ്റീവ് ടൈപ്പിൽ വരുന്നതാണ്. സോ ഇതിനകത്ത് ഇവ ലോങ് എസ്സേസ് എഴുതുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കോംപ്രിഹെൻഷൻസും ഇന്റഗ്രേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ആൻസർ എഴുതാനുള്ളത്. ഇപ്പൊ കമ്പാരിറ്റീവ് എസ്സേ വന്നു കഴിഞ്ഞാലും അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂളുകളും മോഡലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്ത് എഴുതുക. ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതാവുന്നതാണ്. ആപ്ലിക്കേഷൻ എസ്സേ ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ട്. അതായത് കണ്ടംപററി ആയിട്ടുള്ള തിയറീസ് തന്നിട്ട് ആ കണ്ടംപററി തിയറീസ് അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ഇപ്പൊ ഗ്ലോബലൈസേഷൻ ഡെവലപ്മെന്റ് ഇന്ത്യയുടെ സോഷ്യലിസം ഇതൊക്കെ ഇത് പറയുന്ന പോലെ കണ്ടംപററി എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ്. തിങ്കർ ഫോക്കസ്ഡ് എസ്സേസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ടാർജറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ മാർക്സ് വെബർ അതേപോലെ തന്നെ മാക്സ് വെബർ കാറൽ മാക്സ് സിമ്മല് ജോർജ് സിമ്മല് കാറൽ പോളിയാനി ഗ്രനോവെട്ടർ ഇവരുടെയൊക്കെ കോൺസെപ്റ്റ് ചോദിച്ചിട്ട് അതിന്റെ ആക്യുറസിയും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇന്റർപ്രിറ്റേറ്റീവ് ക്ലാരിറ്റിയും ചോദിച്ചിട്ടുള്ള എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസുകൾ വരുന്നുണ്ട്. ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജിക്ക് 40% ആണ് വരുന്നത്. ബ്ലോക്ക് 2 ഫോംസ് ഓഫ് എക്സ്ചേഞ്ചിന് 25%ഓളം. ബ്ലോക്ക് 3 സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ കൺസപ്ഷനിൽ നിന്ന് 25%. ബ്ലോക്ക് 4 കണ്ടംപററി ഇഷ്യൂസിൽ നിന്ന് 10% ആണ് വരുന്നത്. അങ്ങനെയാണ് ആ ടോട്ടൽ 100% ഓളം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. ഇനി നമ്മൾ ഫിഗർ നോക്കുന്ന സമയത്ത് ഇപ്പൊ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ ഒരു 90% നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പാരിറ്റീവ് എസ്സേ ആണെങ്കിൽ ഒരു 8% നമുക്ക് പ്രതീക്ഷിക്കാം. ആപ്ലിക്കേഷൻ ബേസ്ഡ് എസ്സേസ് ആണെങ്കിൽ 15%ഓളം വന്നിട്ടുണ്ട്. തിങ്കർ ഫോക്കസ്ഡ് എസ്സേ ആണെങ്കിൽ ഒരു 17%ഓളം വന്നിട്ടുണ്ട്. സോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എത്രയൊക്കെ വർഷങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി
പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുന്ന സമയത്ത് സിംഗിൾ ഫോർമാറ്റ് ആണ് എസ് ഇപ്പോൾ എസ് എ മോഡൽസ്, ഒരു ഷോർട്ട് ആൻസറോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസോ ഒന്നും ഇല്ല. കൂടുതലും അപ്ലൈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഗ്ലോബലൈസേഷൻ, ഡെവലപ്മെന്റ്, പൊളിറ്റിക്സ് ഇൻ മോഡേൺ, ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇതുപോലുള്ള അപ്ലൈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്ലാസിക്കൽ കമ്പാരിസേഷൻ ക്വസ്റ്റൻസ് വരുന്നുണ്ട്. മാർക്സ് വെബർ, അതേപോലെ തന്നെ ഡർക്കെയിം, വെബർ എപ്പോഴും ചോദിക്കും. മാർക്സ് വെബറും ഡർക്കെയിമും കാർൽ മാർക്സ് അവരുടെ ആ ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റുകൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ 2023 കൂടിയിട്ട് ആ ഒരു കോൺസെപ്റ്റിനകത്ത് ചെറിയൊരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള തിങ്കേഴ്സ്, ഇപ്പൊ കാറൽ പോളിയാനിയുടെയും ഗെറോവട്ടയുടെയും ഒക്കെ കോൺസെപ്റ്റുകളാണ് കൂടുതലുമായിട്ടും എക്കണോമിക് സോഷ്യോളജിക്കകത്ത് പുതിയ കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസിക്കലിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് മാറി ചിന്തിക്കാനായിട്ട് ഇഗ്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ടിപ്സുകൾ നോക്കുമ്പോൾ ബ്ലോക്ക് 1 എന്ന് പറയുന്ന ഒരു 40% ബ്ലോക്ക് 1 വേണ്ടി നമ്മൾ 40% ക്വസ്റ്റൻസ് ബ്ലോക്ക് 1 നിന്നാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവറേജ് ആയിട്ട് നമ്മൾ ഒരു ടൈം ഒരു 40 മിനിറ്റ്സോളം അതിന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ബ്ലോക്ക് 2, 3 എടുക്കുമ്പോൾ 25% ആണ് വരുന്നത്. അതിനൊരു 35 മിനിറ്റ് നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. ബ്ലോക്ക് 4 ഒരു 10% നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. 25 to 35 മിനിറ്റ്സ് നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ 20 മാർക്സിന്റെ എസ്സേസുകളാണ് കൂടുതലായിട്ടും വരുന്നത്. ആ എസ്സേസുകൾ നല്ലപോലെ സ്ട്രക്ചർ ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫോർമലിസം വേഴ്സസ് സബ്സ്റ്റാൻഷ്യലിസം, കാർൽ പോളിയാനിയുടെ സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ്. അതേപോലെ തന്നെ മണി ഇൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എവല്യൂഷൻ മണി, അതേപോലെ തന്നെ സിമ്മൽ ഓൺ മണിയുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ ഗിഫ്റ്റ് ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻസ്, മൗസസിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ഗിഫ്റ്റ് ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റ് പഠിക്കുക. അതേപോലെ തന്നെ എക്കണോമി സൊസൈറ്റി റിലേഷൻഷിപ്സുകൾ, അതിന്റെ തിങ്കർ അതായത് ദർക്കെയിമിന്റെ കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്. സോഷ്യലിസത്തിൽ മോഡൽ ആൻഡ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റെസ്പ്രോസിറ്റി, നേച്ചർ ആൻഡ് ഫോംസ്, 3 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റിക്കകത്ത് ഫീച്ചേഴ്സ്, എക്കണോമി, പൊളിറ്റിക്സ്. അതേപോലെ തന്നെ വാഷിംഗ്ടൺ കൺസെൻസ്, അത് ഒരു 3 ക്വസ്റ്റ്യൻസോളം അത് വന്നിട്ടുണ്ട്. ഗ്ലോബലൈസേഷന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ഇമ്പാക്ട്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പെസന്റ് എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളും കൂടുതലായിട്ട് പഠിക്കുക. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഈ സെൽഫ് റെഗുലേറ്റീവ് മാർക്കറ്റ് മിത്ത്, അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ഈ സെൽഫ് റെഗുലേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കാർൽ പോളിയാനിയുടെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആ കോൺസെപ്റ്റിലോട്ടാണ് ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ സിമ്മൽ ഓൺ മണി എക്കോണമി എന്ന് വെച്ചാൽ സിമ്മലിന്റെ മണി എക്കോണമിന്റെ കോൺസെപ്റ്റ് എന്താണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ വാക്കുകൾ മനസ്സിലാക്കിയിട്ട് അത് ഏത് തിങ്കറുടെ കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഡയറക്റ്റ് ആ ക്വസ്റ്റ്യനിലോട്ട് ചാടുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഫ്രീക്വൻസി ടേബിൾ ബൈ സിലബസ് ബേസ്ഡ് മാപ്പുകൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻഷ്യലിസം ഓഫ് കാർൽ പോളിയാനി എന്ന് പറയുന്ന ബ്ലോക്ക് 1 യൂണിറ്റ് 2, മണി എക്കോണമി എവല്യൂഷൻ ആൻഡ് സിമ്മൽ ബ്ലോക്ക് 2 യൂണിറ്റ് 5, ഗിഫ്റ്റ് ഒബ്ലിഗേഷൻസ് ഡയമെൻഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4, എക്കോണമി സൊസൈറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ബ്ലോക്ക് 1 യൂണിറ്റ് 1, സോഷ്യലിസം മോഡൽ ആൻഡ് ഫീച്ചേഴ്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 11, റെസ്പ്രോസിറ്റി, നേച്ചർ ആൻഡ് ഫോംസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4, ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റീസ് ബ്ലോക്ക് 3 യൂണിറ്റ് 6, വാഷിംഗ്ടൺ കൺസെൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1, ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട്, മെറിറ്റ്, ഡിമെറിറ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 13, പെസന്റ് എക്കോണമി ക്യാരക്ടറിസ്റ്റിക് ബ്ലോക്ക് 3 യൂണിറ്റ് 9. ഇനി അത് ബേസ് ചെയ്തിട്ട് വിഷ്വലൈസേഷൻ, കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രം എടുക്കുമ്പോൾ തന്നെ 64.3% റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് 35% ബാക്കി ക്വസ്റ്റൻസുകൾ വരുന്നുള്ളൂ. സോ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ കോൺസെപ്റ്റുകളും തിയറിസ്റ്റുകളും മനസ്സിലാക്കാനായിട്ട് എടുക്കുക, ഒരു 12 മിനിറ്റ് റൈറ്റ് ചെയ്യാൻ എടുക്കുക, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റൻ എങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് എടുക്കണം എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ക്രോസ് ലിങ്കേഴ്സ്, ക്ലാസിക്കൽ തിങ്കേഴ്സിന് വിട്ട് കളയണം എന്നല്ല പറയുന്നത്. പോളിയാനി, സിമ്പൽ, മൗസസ്, ദർക്കെയിം ഇവർ തമ്മിലുള്ള തിയറി എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഉണ്ടോ, ക്രണവിട്ടയുടെ എംബഡ്നെസ് കോൺസെപ്റ്റുകൾ, ഇതുപോലുള്ള കോൺസെപ്റ്റുകളൊക്കെ മസ്റ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഈ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ, അതിന്റെ സബ് പോയിന്റ്സുകളൊക്കെ ഒന്ന് വ്യക്തമായിട്ടുള്ളത് മനസ്സിലാക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള ഷോർട്ട് പോയിന്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നിട്ടുള്ള എക്കണോമി റിലേഷൻഷിപ്പ്, ആർട്ടിസ് എക്കണോമിക് സോഷ്യോളജി ഒരു ഹൈ പെർസെന്റേജ് ചാൻസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 71% അതിന് ചാൻസ് ഉണ്ട്. അതേ പെർസെന്റേജിൽ ചാൻസ് വരുന്ന യൂണിറ്റ് 2 ബ്ലോക്ക് 1 വരുന്നതാണ് ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻഷ്യലിസം, സെൽഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്, കാർൽ പോളിയാനിയുടെ കോൺസെപ്റ്റ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 വരുന്ന ഗിഫ്റ്റ്, സോഷ്യൽ ഒബ്ലിഗേഷൻ, മൗസസ്, ഡിഫറെന്റ് ഡയമെൻഷൻസ്, 57% ചാൻസ് ഉള്ള മീഡിയ റെലവന്റ് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന മണി എക്കോണമി ഫംഗ്ഷൻസ്, അതും അതേപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 സോഷ്യലിസം മോഡൽ ആൻഡ് ഫീച്ചേഴ്സ്, അതും ഇതേപോലെ 57% വരുന്നതാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ക്ലാസിക്കൽ തിയറിസ്റ്റ് ഓഫ് എക്കണോമി, വെബർ, ഡർക്കെയിം, പാഴ്സൺസ്, മെൽസർ, 42% ചാൻസ് ഉണ്ട്. അതേപോലെ 42% ചാൻസ് വരുന്നതാണ് വാഷിംഗ്ടൺ കൺസെൻസസ്. ഇതൊക്കെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 റെസ്പ്രോസിറ്റി, നേച്ചർ ആൻഡ് ഫോംസ്, 42% മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ഫീച്ചേഴ്സ്, എക്കോണമി ആൻഡ് പൊളിറ്റിക്സ്, ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻഷിപ്സ് ഓഫ് പ്രൊഡക്ഷൻ, ബ്ലോക്ക് 3 യൂണിറ്റ് 9 പെസന്റ് എക്കോണമി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. അതേപോലെ തന്നെ ലോ പ്രോബിലിറ്റിയിൽ
വരുന്ന ഒരു 28% ചാൻസ് വരുന്ന ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ന്യൂ എക്കണോമിക് സോഷ്യോളജി മീനിങ് ആൻഡ് സ്കോപ്പ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 എംബഡ്നെസ് ഗറോമീറ്റർ ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 പാസ്റ്ററലിസം ഫോംസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. ബ്ലോക്ക് 3 യൂണിറ്റ് 7 ഹോർട്ടിക്കൾച്ചർ ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്യാപിറ്റലിസം നോഷൻ കോമ്പറ്റീഷൻസ് ആൻഡ് ഫോംസ്. അതേപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 സോഷ്യൽ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് കോൺസിക്വൻസ് ഇന്ത്യ 14% ചാൻസ് ഉണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 കണ്ടംപററി ഫോംസ് ഓഫ് എക്സ്ചേഞ്ച്. ജസ്റ്റിഫിക്കേഷൻ ഫുഡ് സ്റ്റോർസുകൾ നോക്കുമ്പോൾ ഈ എക്കണോമിക് സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻസുകൾ ഒരു 5 പേപ്പറിൽ ഒരു 7 പേപ്പർ എടുത്ത് 5 തവണയെങ്കിലും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടുള്ളതാണ് സബ്സ്റ്റാൻഷ്യവസും ഫോർമലിസവും സബ്സ്റ്റാൻഷ്യവസും ആൻഡ് ഡിഫിനിഷൻസ്, കാർൽ പോളിയാനിയുടെ കോൺസെപ്റ്റ്, കമ്പാരിസേഷൻ, സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റിംഗ്, ഇങ്ങനെ മാറിയും തിരിഞ്ഞും ചോദിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മൗസസിന്റെ കോൺസെപ്റ്റ് ഒരു 4 തവണ ചോദിച്ചിട്ടുണ്ട്. സിമ്മലിന്റെ കോൺസെപ്റ്റ് ഒരു 4 തവണ ചോദിച്ചിട്ടുണ്ട്. പാഴ്സന്റെ സ്മെൽസറുടെയും കോൺസെപ്റ്റ് ഒരു 3 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് 3, 4 ഒക്കെ 5 തവണയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, പൊളിറ്റിക്സ്, ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻഷിപ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ടും ഹൈ പ്രയോറിറ്റി ടോപ്പിക്കുകളും മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കുകളും ലോ പ്രയോറിറ്റി ടോപ്പിക്കുകളും മസ്റ്റ് ആയിട്ട് എക്സാമിന് പഠിക്കാം. സോ നമ്മൾ ഇതിന്റെ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് എടുക്കുമ്പോൾ എക്കണോമി, സൊസൈറ്റി, ഫോർമലിസം, സബ്സ്റ്റാൻഷ്യലിസം, കാർൽ പോളിയാനിയുടെ കോൺസെപ്റ്റുകൾ, ഇതിന്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വെക്കുക. ഒരു 5 മിനിറ്റ് ഈ പറയുന്ന പോലെ ഔട്ട്ലൈൻ എടുക്കുക. ഒരു 12 മിനിറ്റ് എസ്സേ ആണ്, 350 മുതൽ 400 വേർഡ്സിനുള്ളിൽ എഴുതുക. ഫ്ലാഷ് കാർഡ്സ്, ഡെഫിനിഷൻസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന സമയത്ത് ഒരു 40 to 69% മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പൊ ഗിഫ്റ്റ്, എക്കോണമി, അതേപോലെ തന്നെ മൗസസിന്റെ കോൺസെപ്റ്റ്, ഈ പറയുന്ന പോലെ സോഷ്യലിസം, വാഷിംഗ്ടൺ കൺസെൻസ്, ക്ലാസിക്കൽ തിയറിസ്റ്റ്, റെസ്പ്രോസിറ്റി, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ്, ഡൊമസ്റ്റിക് റിലേഷൻഷിപ്സ്, പെസന്റ് എക്കോണമി, ഗ്ലോബലൈസേഷൻ പോലുള്ള കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ടേബിൾസുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ന്യൂ എക്കണോമിക് സ്കീമിന്റെ ആ ഒരു കാര്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ എംബഡനസ് കോൺസെപ്റ്റ് വരുന്നുണ്ട്, പാസ്റ്ററലിസം വരുന്നുണ്ട്, ഹോർട്ടിക്കൾച്ചറലിസം വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റലിസം വരുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, കണ്ടംപററി എക്സ്ചേഞ്ച് വരുന്നുണ്ട്. സോ BA എക്കണോമിക് സോഷ്യോളജിയുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 3 അവേഴ്സിന്റെ എക്സാം ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ 3 അവേഴ്സിന്റെ എക്സാം 100 മാർക്സിനാണ് ഈ എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ 3 അവേഴ്സിന്റെ 100 മാർക്സിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് അനലൈസ് ഹൗ ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷേപ്പ് ദ എക്കണോമിക് ആക്ഷൻ drawing on at least 2 perspectives from the classical or contemporary economic sociology. Block 1 യൂണിറ്റ് 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് critically compare the formalist and substantive approaches to the economic life, evaluate the claim of self-regulating market and support your argument with 1 empirical illustrations. Block 1 യൂണിറ്റ് 2. 3 എന്ന് പറയുന്നത് access the economic package commonly termed as Washington consensus from the sociological standpoint and what kinds of social exchange does it assume or reproduce. Block 1 യൂണിറ്റ് 1. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് explain the multiple functions of economy of money and their social meanings. In what ways do the monetary forms organize trust, value and everyday coordination. Block 2 യൂണിറ്റ് 5. അത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആൻഡ് ഒബ്ലിഗേഷൻ വിത്ത് റെഫറൻസ് ടു ഇറ്റ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പേഴ്സണൽ ഡയമെൻഷൻസ്. ഹൗ ഡു ദ റെസിപ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് ഡിഫർ ഇൻ ദ ലോജിക് ആൻഡ് ഔട്ട്കം. ബ്ലോക്ക് 2 യൂണിറ്റ് 4. സിക്സ്ത് ക്വസ്റ്റ്യൻ എക്സാമിൻ ദ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിലേഷൻഷിപ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഷോ ഹൗ ദ ഹൗസ് ഹോൾഡ് അതോറിറ്റി, ലേബർ ആൻഡ് പ്രോപ്പർട്ടി റിലേഷൻഷിപ്പ് ദ പ്രൊഡക്ഷൻ ആൻഡ് പൊളിറ്റിക്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8. സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ സോഷ്യൽ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഓൺ ദ സോഷ്യോളജിക്കൽ പ്രോജക്ട്, ഐഡന്റിഫൈ ദ പ്രീ റിക്വസ്റ്റ് ആൻഡ് ദ ടെൻഷൻസ് വിച്ച് ഇംപ്ലിമെന്റഡ് ഇൻ ഡൈവേഴ്സ് സൊസൈറ്റീസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11. എയ്ത്ത് ക്വസ്റ്റ്യൻ അനലൈസ് സോഷ്യൽ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ, ഡിസ്കസ് ദ മേജർ അറീനാസ് ഓഫ് ദ ചേഞ്ച് ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ദ കോസ്റ്റ്. ബ്ലോക്ക് 4 യൂണിറ്റ് 30. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫ്രം ദ ലേൺവൈസ് ആൻഡ് ദ ടീം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.